കേരളീയ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഭാവനകൾ നൽകിയ ചിന്തകനായിരുന്നു കെ കെ കൊച്ചി. 1983 ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ, പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതലാണ് അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിക്കുവാനിടയാകുന്നത്. അതായത് അതിനുശേഷം അദ്ദേഹം അന്തരിക്കുന്ന 2025 വരെ ഏറെയും കുറഞ്ഞും ഒരുമിച്ചും വ്യത്യസ്തമായും വ്യത്യസ്ത അഭിപ്രായങ്ങളോടെയും യോജിച്ച അഭിപ്രായങ്ങളോടെയുമുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ എനിക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കെ കെ കൊച്ചിനെ പോലെ ഒരു ചിന്തകനെ മലയാളി സമൂഹം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും അദ്ദേഹത്തെ റെഡ്യൂസ് ചെയ്ത് കേരളത്തിലെ ദളിതർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ എന്ന നിലക്ക് ഒരു പരമ്പരാഗത കീഴാള വിഭാഗത്തിൽ നിന്നുള്ള ഒരു ബുദ്ധിജീവി എന്ന നിലക്കുള്ള ചില ഫിക്സേഷനാണ് കെ കെ കൊച്ചിൻ്റെ മേൽ കേരളീയ സമൂഹം പലപ്പോഴും ചാർത്തുന്നത്. അത് അദ്ദേഹം അന്തരിക്കുന്നതിന് മുൻപും പിൻപും അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നു. ഇവിടെ അദ്ദേഹത്തെ ഒരു ദളിത് ചിന്തകനായി കാണുന്നത് ഒരു വലിയ കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. പ്രശ്നം അദ്ദേഹം അത് മാത്രമാണോ നിർവഹിച്ചത് എന്നൊരു ചോദ്യം. അദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ചിന്താസരണികളെ ഗുണപരമായി എങ്ങനെയാണ് മാറ്റിത്തീർത്തത് എന്ന കാര്യം നമ്മൾ മൂടിവെക്കരുത്. കുറേ ചിന്തകർ ഈ വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിലൊരാളാണ് അദ്ദേഹവും. എന്ന ലളിതവൽക്കരണമല്ല വേണ്ടത്. അദ്ദേഹത്തിന് മൗലികമായ സംഭാവനകൾ കണ്ടെത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് ദീർഘകാലമായി ഡോക്ടർ BR അംബേദ്കറുടെ മേലുള്ള ഒരു ഇമേജ് ഇങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ അൺടച്ചബിൾസിന് വേണ്ടി എന്തോ ചെയ്ത ഒരാളാണ് എന്ന നിലക്കായി. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ പഠനങ്ങളിലൂടെ ഇന്ത്യൻ ദേശരാഷ്ട്രം ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരാളെന്ന നിലക്കാണ് ഇപ്പോൾ അംബേദ്കർ വിലയിരുത്തപ്പെടുന്നത്. എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ തന്നെ ഒരു റിഡക്ഷനിസത്തിന് വിധേയമാകാതെ വളരെ പ്ലെയിൻ ലെവലിൽ കെ കെ കൊച്ചിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ എഴുത്തും മനസ്സിലാക്കാൻ നമുക്ക് കഴിയും എന്നാണ് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നത്. അതിനടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ സംബന്ധിച്ച്, ഇൻ്റലക്ച്വൽ കോൺട്രിബ്യൂഷനെ സംബന്ധിച്ച് ചില അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1970 മുതൽ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ അദ്ദേഹം സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അന്ന് മാതൃഭൂമി നടത്തുന്ന സാഹിത്യ മത്സരത്തിൽ സമ്മാനിതനാകുന്ന ഒരാൾ കൂടിയാണ് കെ കെ കൊച്ചി. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിജ്ഞാനത്തോടും സാഹിത്യ ഭാവനകളോടും സാംസ്കാരിക ഭാവനകളോടുമൊക്കെ വളരെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു കെ കെ കൊച്ചി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ദീർഘകാലം കോളേജ് വിദ്യാഭ്യാസം പോലും പൂർണ്ണമായും പൂർത്തീകരിക്കാതെ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരാളാണ്. ആ ഒരു കാലഘട്ടം 70കൾ നമുക്കറിയാം. 70കളിൽ ഈ കേരളീയ യുവത്വം, സെൻസിബിളായ യുവത്വം വളരെയേറെ ആകർഷിക്കപ്പെട്ട ഒരു മൂവ്മെൻ്റായിരുന്നു തീവ്ര ഇടതുപക്ഷ നിലപാടുള്ള പ്രസ്ഥാനങ്ങൾ. സ്വാഭാവികമായും കാര്യങ്ങളെക്കുറിച്ച് അഗാധമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന, ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുന്നു. അദ്ദേഹം ഒരിക്കലും ഈ പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനോ നേതൃത്വമോ ആയിരുന്നില്ല. പക്ഷേ അതിൻ്റെ സാംസ്കാരിക ഇടപെടലുകളിൽ സജീവമായ നേതൃത്വമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് യനാൻ എന്ന പേരിലൊരു മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. VC ശ്രീജൻ അടക്കം ഉള്ള ആൾക്കാരുമായി സഹകരിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. യനാൻ പ്രസംഗം, മാവോയുടെ യനാൻ പ്രസംഗം നമുക്കറിയാം. അന്ന് യുവത്വത്തെ വല്ലാതെ കോരിത്തെരിപ്പിച്ച് അവരെ ഇളക്കിമറിച്ചൊരു സംഭവമാണ്. അപ്പം അതിൻ്റെ പേരിൽ ഒരു മാസിക ഇറക്കുകയും അതിൻ്റെ പേരിൽ പോലീസ് അദ്ദേഹത്തെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.
അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനവുമായി സഹകരിക്കുമ്പോൾ പോലീസ് മർദ്ദനവും പോലീസ് അറസ്റ്റും ഒക്കെ അനുഭവിച്ച ഒരാളാണ് കെ കുര്യൻ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നിരവധി പഠനങ്ങൾ എഴുതുന്നുണ്ട്, സാംസ്കാരിക പഠനങ്ങളും എഴുതുന്നുണ്ട്. സിവിക് ചന്ദ്രൻ്റെ വെളിച്ചത്തെക്കുറിച്ചൊരു ഗീതം എന്ന കവിതാ സമാഹാരത്തിൻ്റെ ആമുഖം എഴുതുന്നത് കെ കൊച്ചാണ്. കേരളത്തിലെ മലയാള കവികളിൽ അന്നത്തെ ഘട്ടത്തിൽ ഒരു പ്രധാനിയായിരുന്ന 80കളിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കവിയായി പരിഗണിക്കപ്പെട്ടിരുന്ന അയ്യപ്പൻ്റെ കവിതകളെക്കുറിച്ചൊരു പഠനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യ പുസ്തകത്തിൽ കലാപവും സംസ്കാരവും എന്നുള്ള പുസ്തകത്തിൽ അത് ചേർത്തിട്ടുണ്ട്. കേരളത്തിലെ നക്സലൈറ്റ് മൂവ്മെൻ്റ് അപജയങ്ങളെക്കുറിച്ച് നിരവധി ലേഖനങ്ങൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. അതിലൊരു ലേഖനത്തിൻ്റെ പേര് തന്നെ അമ്മയെ വാഴിക്കാൻ കുറുക്കൊഴികളെന്നാണ്. കേരളത്തിലെ ഈ നക്സലൈറ്റ് പ്രസ്ഥാനം ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ സാംസ്കാരിക മേഖല ഇടപാടിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി എരിയന്നൂർ ക്യാമ്പ് എന്ന് പറയുന്നൊരു ക്യാമ്പ് നടക്കുന്നു തൃശ്ശൂർ. അപ്പോൾ അതിൻ്റെ അജണ്ടകളെ വിമർശിച്ചുകൊണ്ട് കെ കൊച്ചി എഴുതിയ ലേഖനത്തിൻ്റെ പേരാണ് അമ്മയെ വാഴിക്കാൻ കുറുക്കുവഴികൾ. അന്ന് തന്നെ അദ്ദേഹം ഇത്തരം വിമർശനപരമായൊരു അകലവും സൂക്ഷിക്കുന്നുണ്ട് നമുക്ക്. യഥാർത്ഥത്തിൽ കെ കൊച്ചി എന്ന് പറയുന്ന ചിന്തകൻ മലയാളി സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നത് 80കളുടെ തുടക്കത്തിൽ അദ്ദേഹം ദളിത് പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്നതിലൂടെയാണ്. ദളിത് പ്രസ്ഥാനങ്ങളിൽ 83 അദ്ദേഹം സിഡിയൻ സർവീസ് സൊസൈറ്റി എന്ന് ഒരു ചെറിയൊരു പ്രസ്ഥാനമാണ്. എന്നാൽ അന്ന് വളരെ പ്രധാനപ്പെട്ട ചില ഇൻ്റലക്ച്വൽസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുമായിട്ടാണ് കെ കൊച്ചി സഹകരിക്കുന്നത്. അതിൻ്റെ മാസികയായ CDNൻ്റെ എഡിറ്ററായിട്ടാണ് അദ്ദേഹം പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. വളരെ വിപുലമായ വായനയും വിജ്ഞാനവും ഉൾക്കാഴ്ചകളുമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഓരോ വിഷയത്തെയും വളരെ അതീവ ഗൗരവമായി മനസ്സിലാക്കുവാനും അത് രേഖപ്പെടുത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. അപ്പം ആ ഘട്ടത്തിലാണ് കേരളത്തിലെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം, യുക്തിവാദി പ്രസ്ഥാനം തുടങ്ങിയവയെല്ലാം കൂടി CDN സർവീസ് സൊസൈറ്റിയും സംയുക്തമായി ജാതിവിരുദ്ധ മതേതര വേദി എന്ന് പറയുന്നൊരു പൊതു ഫോറത്തിന് രൂപം കൊടുക്കുന്നത്. ആ പൊതു ഫോറത്തിൽ ജാതിവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഉള്ള നിലപാടുകളാണ് CDN സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി അന്ന് പ്രധാനമായി ഉന്നയിച്ചത്. എന്നാൽ അത് കാര്യമായി മുന്നോട്ട് പോയില്ല. അത്തരമൊരു നിലപാടെടുക്കാൻ അന്ന് മറ്റുള്ള സംഘടനകൾക്ക് കഴിയുമായിരുന്നില്ല, സൈദ്ധാന്തികമായി തന്നെ കഴിയുമായിരുന്നില്ല എന്നതുകൊണ്ട് അത് കൂടുതൽ നാൾ മുന്നോട്ട് പോയില്ല. എന്നാൽ ദളിത് കേരളത്തിൽ 83-ലോ അല്ല CDN സർവീസ് സൊസൈറ്റിയിലോ അല്ല ദളിത് പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത്. അത് 60കളുടെ തുടക്കം മുതൽ തന്നെ 50കളുടെ അവസാനം മുതൽ തന്നെ കല്ലറ സുകുമാരനെ പോലുള്ള ആൾക്കാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം സാമൂഹിക അനുഭവങ്ങളുടെയും ചരിത്രാനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ അതിവിപുലമായ തരത്തിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചൊരു ബഹുജന നേതാവായിരുന്നു കല്ലറ സുകുമാരൻ. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന പോൾ ചിറക്കരോട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനും അതോടൊപ്പം തന്നെ അന്നത്തെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടിയ MA MSW ആണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ക്വാളിഫിക്കേഷൻ. ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളായിരുന്നു. ലോക സാഹിത്യത്തിലും ലോക ചരിത്രത്തിലുമൊക്കെ അഗാധമായ വിജ്ഞാനം ഉണ്ടായിരുന്ന ആളായിരുന്നു പോൾ സാർ. എന്നാൽ ആ വിജ്ഞാനത്തെ ദളിത് പ്രവർത്തനങ്ങളുമായി സൈദ്ധാന്തികമായി ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ കാര്യമായി മുന്നോട്ട് പോകുവാൻ വിജയകരമായി മുന്നോട്ട് പോകുവാൻ പോൾ സാറിന് കഴിഞ്ഞില്ല എന്നൊരു കാര്യമുണ്ട്. CDN സർവീസ് സൊസൈറ്റി ആവട്ടെ ഇൻ്റലക്ച്വലായ അന്വേഷണം വളരെ പ്രാധാന്യം കൊടുത്തൊരു ചെറു ഗ്രൂപ്പായി. അവരുടെ മുദ്രാവാക്യം മാർക്സിസം, ലെനിനിസം, മാവോ, അംബേദ്കർ ചിന്ത എന്നതായിരുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ആഭ്യന്തരമായ സംഘർഷങ്ങളുടെ ഒരു മൂശയിലേക്കാണ് കെ കൊച്ചിനെ ഒരാൾ വന്ന് ചേരുന്നത്. അദ്ദേഹത്തിന് മാർക്സിസം, ലെനിനിസത്തിൻ്റെയും മാവോ ചിന്തയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ട് നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ അതായിരിക്കും അദ്ദേഹത്തെ ആകർഷിച്ചത്. CDNലേക്ക് ചേരാം എന്ന് തീരുമാനം എടുക്കുന്നതിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചൊരു ഘടകം അതായിരിക്കാൻ വഴിയുണ്ട്. ആദ്യഘട്ടത്തിൽ CDNൽ വന്ന ലേഖനങ്ങളിലെല്ലാം
ഈ പറയുന്ന കാർഷിക കലാപത്തെക്കുറിച്ചും ഇന്ത്യയിലെ കാർഷിക വിപ്ലവത്തെക്കുറിച്ചും ഇന്ത്യയിലെ ട്രൈബൽ കലാപങ്ങളെക്കുറിച്ചുള്ള നിരവധി ലേഖനങ്ങൾ CDNൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന, ഇടതുപക്ഷം എന്നത് CPM ഓ CPI ഓ CPML ഓ അല്ല, മാർക്സിസം ലെനിനിസം മാവോ ചിന്തയെ സംബന്ധിച്ച് ഒരു വ്യാഖ്യാനം ചമയ്ക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അംബേദ്കർ ചിന്ത എന്ന ഒരു സങ്കല്പത്തിനകത്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. തമ്മിലുള്ള ഒരു ആഭ്യന്തര വൈരുദ്ധ്യമൊക്കെ പിന്നീടാണ് പുറത്തു വരുന്നത്. ആ ഘട്ടത്തിൽ എന്തോ സ്വയം സമ്പൂർണം എന്ന് തോന്നുന്ന വിധമാണ് ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു പ്രവർത്തിച്ചു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ പ്രഖ്യാപിക്കുകയും അത് വളരെ വലിയ തോതിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന ഒരു ചരിത്ര ഘട്ടമാണ് 80കളുടെ അവസാനമെന്ന് പറയുന്നത്. അത് പലതരത്തിലുള്ള ആലോചനകൾക്കും പലതരത്തിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണങ്ങളുടെ ഒരു പശ്ചാത്തലം അതിനുണ്ട്. 80കളുടെ തുടക്കത്തിൽ തന്നെ BSP SP പോലെയുള്ള സംഘടനകൾ, ലാലു പ്രസാദ് യാദവ്, കാൻഷിറാംജി, മുലായം സിംഗ് യാദവിനെ പോലുള്ള പിന്നോക്ക ദളിത് നേതാക്കൾ, ദേശീയ നേതാക്കളുടെ ഉദയം, വളരെ വലിയ പോളറൈസേഷൻ നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ CDN സർവീസ് സൊസൈറ്റി ഒരു ദളിത് ട്രൈബ് ന്യൂനപക്ഷ സമ്മേളനം കോട്ടയത്ത് നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്ന ഒരു നേതൃത്വമായിരുന്നു CDN സർവീസ് സൊസൈറ്റി. കേരളത്തിൽ വേറെ ഏതെങ്കിലും സംഘടന നടത്തിയിട്ട് അറിയില്ല, നടത്തിയിട്ടുണ്ടാവാം. പക്ഷേ CDN സർവീസ് സൊസൈറ്റി നടത്തുമ്പോൾ അത് BSPയുടെ പ്രതിനിധി പങ്കെടുക്കുന്നു, അതുപോലെ ദേശീയ നേതാക്കളിൽ പലരും പങ്കെടുക്കുന്നു, ന്യൂനപക്ഷ നേതാക്കൾ പങ്കെടുക്കുന്നു. വളരെ വലിയൊരു സമ്മാനം. സന്തോഷ് റാണയെ പോലെയുള്ള നക്സലൈറ്റുകൾ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. പറഞ്ഞു വന്നൊരു കാര്യം, ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ഈ ദേശീയമായി ഉയർന്നു വന്ന ദളിത് പിന്നോക്ക ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഈ പുതിയൊരു അന്തരീക്ഷമാണ് ഈ മാർക്സിസത്തിൻ്റെ വർഗവാദത്തിലേക്ക് ചുരുക്കുന്ന സൈദ്ധാന്തിക നിലപാടുള്ളൊരു അവിശ്വാസം KKച്ചിലുണ്ടാക്കുന്നത്. ഇത് ഞാൻ ഊഹിച്ച് പറയുന്നതല്ല. ഈ 90 ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളും വിമർശന പഠനങ്ങളുമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ലെഗസിയെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിനു മുമ്പുള്ളതൊക്കെ ചില ഇടപെടലുകൾ, അതിലേക്കുള്ളൊരു വഴി, അതിലേക്കുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റൂ. എന്നാൽ 90 ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കിയിരിപ്പായി മലയാളി സമൂഹം കാണുന്നു. ഇക്കാര്യത്തിൽ കൊച്ചേട്ടൻ്റെ വലിയൊരു പരിവർത്തനം, അതായത് കേരളത്തിലെ ദളിത് ക്വസ്റ്റ്യൻ എന്നത് ഉന്നയിക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെ ആണ് അദ്ദേഹം എടുത്തത്. ഒന്ന്, കേരളത്തിൽ പ്രബലമായിരിക്കുന്ന പ്രബല ചരിത്രരചനകളും സാഹിത്യ സാംസ്കാരിക ഭാവനകളും പൊളിച്ചെഴുതാതെ ദളിതരുടെ ഒരു പ്രസൻസ് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല എന്ന വ്യക്തമായൊരു ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ദളിതർ ഒരു ജനക്കൂട്ടമെന്ന നിലക്കല്ല, മറിച്ച് പിന്നോക്ക പ്രദേശങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾ, ഡീഹ്യൂമനൈസ് ചെയ്യപ്പെട്ട വിഭാഗങ്ങൾ എന്ന നിലയിലാണ് അത് ഡിഫൈൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലേക്ക് പിന്നോക്ക പ്രദേശങ്ങളും പിന്നോക്ക മനുഷ്യരും അനാഥ മനുഷ്യരും ഒക്കെ നിരന്തരം കടന്നുവരും നമുക്ക് കാണാൻ കഴിയും. കേവലമായ അയിത്തജാതിക്കാരെന്ന് പറയുന്നൊരു കാറ്റഗറിയെ മാത്രം വെച്ചല്ല അദ്ദേഹം ചരിത്രത്തെയോ രാഷ്ട്രീയത്തെയോ പരിശോധിച്ചുകൊണ്ടിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള, വ്യവസ്ഥയാൽ പുറത്താക്കപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും ഇടമെന്ന നിലക്കാണ് അദ്ദേഹം ഡെമോക്രസിയെ പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യമായി ഞങ്ങൾ. അതുകൊണ്ട് ആ എഴുത്തിന് വലിയ ഭംഗിയും വലിയ സ്വീകാര്യതയുമുണ്ട്. മലയാളി സമൂഹത്തിന് മുന്നോട്ട് പോകാനുള്ളൊരു വഴിയാണ് ആ ഒരു ദർശനത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. വെറുതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കാര്യം കേവലമായി പറയുകയല്ല അദ്ദേഹം ചെയ്തത്. ഇതിന് അദ്ദേഹത്തെ യഥാർത്ഥ പ്രാപ്തമാക്കിയത് മാർക്സിസത്തിൻ്റെ ഈ കേവലമായ വർഗവാദപരമായ നിലപാടിനെ അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ കഴിഞ്ഞു എന്നിടത്താണ്. അതങ്ങനെ തന്നെ അദ്ദേഹം പൂർണ്ണമായും മാർക്സിസത്തിൽ നിന്ന് പുറത്താണോ അല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. എന്തായാലും അതിൻ്റെ റിഡക്ഷനിസത്തെ, കാര്യങ്ങൾ മുഴുവൻ വർഗ സമരത്തിലൂടെ പരിഹരിക്കാമെന്നുള്ള റിഡക്ഷനിസത്തെ അദ്ദേഹം പൂർണ്ണമായും 90കളോടെ കൈയൊഴിയുന്നുണ്ട്. ആ കൈയൊഴിഞ്ഞതിലൂടെ ജാതിയുടെയും മതത്തിൻ്റെയും
പ്രദേശങ്ങളുടെയും മനുഷ്യരുടെയും പിന്നോക്കാവസ്ഥകളും അതിസങ്കീർണമായ ബന്ധങ്ങൾക്കകത്തേക്ക് സ്വന്തം പ്രതിഭയെ കടത്തിവിടുവാൻ അതിൻ്റെ വെളിപാടുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു മൗലികതയായിട്ട് ഞാൻ കാണുന്നത്. അതിൽ 2 കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്ന്, 3 കാര്യങ്ങൾ. ഈ കേരളത്തിലെ ദളിതർ ഒരു സമുദായമാണെന്നുള്ള ഒരു സങ്കല്പം വർഷങ്ങൾക്ക് ശേഷം, അതായത് അയ്യൻകാളിയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ സാധുജനം എന്ന നിലക്ക് ഇവരെ ഒരൊറ്റ സമുദായമായി പരിഗണിക്കുന്നു. പൊയ്കയിലപ്പച്ചൻ അടിമകൾ എന്ന നിലക്ക് അവരൊരൊറ്റ സമുദായമായി പരിഗണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ നവോത്ഥാന ഘട്ടത്തിന് ശേഷം ചിതറിപ്പോയ ഈ വിഭാഗത്തെ സമുദായമായി ഏകീകരിക്കണമെന്നുള്ളൊരു സങ്കല്പം ആധുനികാനന്തര ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത് കെ കൊച്ചാണ്. അത് യഥാർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെയും സഹോദരൻ്റെയും വീണ്ടെടുപ്പിലൂടെയാണ് ഈ തെളിച്ചം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അതായത് സഹോദരൻ അയ്യപ്പനിൽ നിലച്ചുപോയ സാമൂഹികമായ പരിവർത്തനത്തെയും എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യമുള്ള ജനായത്ത രൂപത്തെയും വീണ്ടെടുക്കാനുള്ള അടിസ്ഥാന കാറ്റഗറിയായിട്ടാണ് ഈ സമുദായം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇവിടെ സാധാരണത്തിൽ എപ്പോഴും പറയുന്ന സമുദായം എന്നുള്ള സങ്കല്പം അല്ലത്. മറിച്ച് അങ്ങനെ ഒരു സമുദായമായി എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യമുള്ളൊരു ജനാധിപത്യ വ്യവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട മൗലികതയുള്ള ഭാവിയുള്ളൊരു സങ്കല്പമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇത് എന്നെയൊക്കെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ദളിതർ ഒരു സമുദായമാണെന്നുള്ള സങ്കല്പം. അന്ന് ഈ വർഗവാദത്തിലൊക്കെ നിന്ന് അതിഭയങ്കരമായി ഉള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, സിഡിയൻ സർവീസ് സൊസൈറ്റിക്കകത്ത് നിന്നുള്ള ഒരു സംഘർഷത്തിൽ നിന്നാണ് കൊച്ചി പുതിയ അന്വേഷണങ്ങളിലേക്ക് കിടക്കുന്നത്. ഈ മാർക്സിസം ലെനിനിസത്തെ കൈയൊഴിയാൻ വിസമ്മതിച്ചവർക്ക് യഥാർത്ഥത്തിൽ 90-ന് ശേഷം കേരളത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവായി നമ്മൾ എടുക്കും. എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നത്, അതായത് കൈയൊഴിഞ്ഞവരാണ് പിന്നെ കേരളത്തിലെ ഈ ദളിത് മേഖലയിലായാലും ആദിവാസി മേഖലയിലായാലും ഇൻ്റലക്ച്വൽ മേഖലയിലായാലും ഇടപെട്ടത് എന്നത് വളരെ പ്രധാന തിരിച്ചറിവായിരിക്കേണ്ടത്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ കാണുന്നത് ഈ 90-കളിൽ മാർക്സിസത്തിൻ്റെ റിഡക്ഷനിസത്തെ തള്ളിക്കളയുന്നതിലൂടെയാണ് അംബേദ്കർ എന്ന് പറഞ്ഞ വിശാലമായ ലോകത്തിലേക്ക് കെ കൊച്ചിൻ്റെ ചിന്ത പ്രവേശിക്കുന്നത്. ഞാൻ 92 അംബേദ്കറെ കുറിച്ചൊരു പുസ്തകം തന്നെ അദ്ദേഹം എഡിറ്റ് ചെയ്യുന്നു. അംബേദ്കർ അതിനെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കിയോ ഇല്ലയോ അതൊന്നൊരു തർക്ക വിഷയം പോലുമല്ല. അന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അംബേദ്കർ ചിന്തയിലൂടെ ലോകത്തെ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ്. അംബേദ്കറിസ്റ്റ് എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം മൗലികമായൊരു ചിന്തകാരാണ്. അംബേദ്കർ ചിന്തയെ കൂടി അദ്ദേഹം സ്വാംശീകരിച്ചിരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അംബേദ്കർ ചിന്ത അദ്ദേഹം സ്വാംശീകരിക്കുന്നതിലൂടെ ജനാധിപത്യത്തെക്കുറിച്ച് വികസിതമായൊരു സങ്കല്പം അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ദേശീയതാ വിമർശനമാണ്. ഇന്ത്യയുടെ ദേശീയ സങ്കല്പത്തെ വിമർശവിധേയമാക്കിക്കൊണ്ട് മറ്റൊരു പാഠനിർമ്മിതി സാധ്യമാണെന്ന് അടിസ്ഥാനപരമായി കെ കൊച്ചി വിശ്വസിച്ചിരുന്നു. അതിൽ അദ്ദേഹം വളരെ ഗൗരവമായ എഴുത്തുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം പൂർണ്ണമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതാണ് ഇനി ഇന്ത്യക്ക് മുന്നോട്ട് പോകാനുള്ള വഴി എന്നത് തർക്കമറ്റ വസ്തുതയാണ്. ഡോക്ടർ BR അംബേദ്കറെ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഹിന്ദു മഹാസഭയും ഒക്കെ മുന്നോട്ട് വെച്ച RSS അടക്കമുള്ള സംഘങ്ങൾ മുന്നോട്ട് വെച്ച ദേശീയതാ സങ്കല്പത്തിൽ നിന്ന് ഭിന്നമായ മറ്റൊരു ദേശീയതാ സങ്കല്പമാണ് അംബേദ്കർ കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. 1936 അദ്ദേഹം INP രൂപീകരിക്കുമ്പോൾ തന്നെ ഈ ഒരു ബദൽ ദേശീയതാ സങ്കല്പം ആ പരിപാടിക്കകത്തുണ്ട്. നമ്മൾ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഒരു ദേശീയതാ വിമർശനം ഇന്ന് പ്രിവൈലിംഗ് ആയിട്ടുള്ള മുഖ്യധാര ആഘോഷിക്കുന്ന ദേശീയതയെ വിമർശിച്ചുകൊണ്ട് ഡീകൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് പുതിയ പാഠങ്ങൾ നിർമ്മിച്ച് പുതിയൊരു ദേശീയതാ ഭാവനയിലേക്ക് ഇന്ത്യ കടന്നു പോകേണ്ടതുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ. അത് നമ്മൾ വളരെ ഗൗരവമായി, അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത്
കൂടുതൽ തുടർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു തുടക്കമാണെന്ന് തന്നെ ഞാൻ. മലയാളി സമൂഹത്തിൽ അങ്ങനെ ദേശീയത വിമർശനം നടത്തിയ എഴുത്തുകൾ വളരെ കുറവാണ്. പ്രബല ദേശീയതയിലാണ് അവർ. AR ദേശായിയുടെ ഇന്ത്യൻ ദേശീയതയെ സംബന്ധിച്ച സങ്കല്പം, ആ പുസ്തകത്തിനകത്താണ് കേരളത്തിലെ രാഷ്ട്രീയ ചിന്തകളെല്ലാം കിടക്കുന്നത്. അതിൽ നിന്ന് ഭിന്നമായി മറ്റൊരു വിമർശധാര ഉയർത്തിക്കൊണ്ടുവരാനായിട്ടാണ് KK കൊച്ചി ശ്രമം. ആ നിലക്ക് അദ്ദേഹം കേരളത്തിലെ ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ എന്ന നിലക്ക് തന്നെ സ്വീകരിക്കപ്പെടേണ്ട ഒരാളാണ്. മറ്റാരും ആ മേഖല കൈവച്ചിട്ടില്ല. അപ്പോൾ കേവലമായൊരു ദളിത് വിമർശനമല്ല ഉന്നയിക്കുന്നത്. ഒരു രാഷ്ട്രം എന്തായിത്തീരണം, അതിൻ്റെ അടിത്തറ എന്തായിത്തീരണം, അതിൻ്റെ ഓർമ്മ എന്തായിരിക്കണം, അതെന്തൊക്കെ വീണ്ടെടുക്കണം എന്ന നിലയ്ക്ക് ദേശീയതയെ സംബന്ധിച്ച് മറ്റൊരു സങ്കല്പം അദ്ദേഹം പറയുന്നത്. പിന്നെ വേറൊരു മൂന്നാമത്തതും അവസാനത്തതുമായ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സബ്ജുഗേഷൻ എന്ന് പറയുന്നത്. സബ്ജുഗേഷൻ്റെ ഇതിനെ സംബന്ധിച്ചിട്ട്, സാമൂഹികമായ സബ്ജുഗേഷനെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഏകദാന സമൂഹമായി വെറുതെ അതങ്ങ് പ്രഖ്യാപിക്കുക. 2, അവർ പാവപ്പെട്ടവരാണ്, അവർ കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തവരാണെന്നുള്ളൊരു മിത്ത് അവരുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുക. ഇത് 2 എണ്ണം കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ ഏജൻസി ഇല്ലാതാവും, അവർക്ക് ചരിത്രവും ഇല്ലാതാവും, അവർ ഒന്നും ചെയ്യാൻ കഴിയാത്ത പാവപ്പെട്ട മനുഷ്യരായിട്ട് പ്രത്യക്ഷപ്പെടും. അവരുടെ മേലാണെന്നിട്ട് ഈ നമ്മുടെ സിദ്ധാന്തം കെട്ടിവെക്കുക. ഇതിനെയാണ് എല്ലാ കാലത്തും KK കൊച്ചി എതിർത്തുകൊണ്ടിരുന്നത്. അതങ്ങനെ ഞങ്ങളൊന്നും ഇല്ലാത്തവരല്ല എന്ന ഒരു സംഗതി. അപ്പോൾ ഈ സബ്ജുഗേഷനിൽ, അതായത് ദളിതരുടെ സബ്ജുഗേഷനിൽ, മത്സ്യത്തൊഴിലാളികളുടെ അല്ലെങ്കിൽ കേരളത്തിനകത്ത് അവഗണിക്കപ്പെടുന്ന വിഭാഗങ്ങളെ പൂർണ്ണമായൊരു സോഷ്യൽ ഏജൻസി ഇല്ലാതാക്കുന്നതിൽ കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന പ്രബലമായ രാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ ഭാവനകൾക്കും അവ ഉൽപ്പാദിപ്പിച്ച ടെക്സ്റ്റുകൾക്കും വളരെ പ്രാധാന്യമുള്ളത് മനസ്സിലാക്കിയ ഒരാളാണ് KK കൊച്ചി. അതുകൊണ്ട് ആ മേഖലയിലെ പ്രധാനികളെയും പ്രധാന ടെക്സ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിമർശന കേന്ദ്രങ്ങളായിരുന്നു നമ്മൾ കാണുന്നത്. അതിനും തീർച്ചയായും തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ 2 സംഗതികളിലൂടെ, അതായത് ദേശീയതാ വിമർശനത്തിലൂടെയും നമ്മുടെ സമൂഹത്തിലെ പ്രബലമായ ഭാവനകളെ വിമർശിച്ചുകൊണ്ട്, ടെക്സ്റ്റുവൽ രൂപങ്ങളെ വിമർശിച്ചുകൊണ്ട് ഉണ്ടാകുന്ന പുതിയ ഒരു സംഗതിക്കകത്താണ് ഒരു ജനായത്വം എന്ന് വിളിക്കുക, ജനാധിപത്യം എന്ന് വിളിക്കുന്ന വികസിത രൂപം, എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പ് ചെയ്യുന്ന ഒരു വികസിത രൂപം സാധ്യമാവുക. അത് വെറുതെ നമുക്ക് നോമിനലി ആരെങ്കിലുമൊക്കെ റെപ്രസെൻറ്റേറ്റീവായി വെച്ച് പരിഹരിക്കാവുന്ന കാര്യമല്ലിത്. മറിച്ച് നമ്മളെ തന്നെ മാറ്റിപ്പണിയുന്ന, ജീവിതത്തെ മാറ്റിപ്പണിയുന്ന ഒരു കാര്യമായിട്ടാണ് KK കൊച്ചതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് ഉപോത്ബലകമായ നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ തീർച്ചയായും മലയാളിയുടെ ജീവിതത്തെ അടിസ്ഥാനപരമായി മാറ്റിയെഴുതാൻ കെൽപ്പുള്ള നിരീക്ഷണങ്ങളും രചനകളും രീതിശാസ്ത്രവുമാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ ആദരണീയനായ ഒരു ഈ പ്രശ്നത്തെ, അതായത് അവഗണിക്കപ്പെട്ടവരുടെ പ്രശ്നത്തെ പരിഗണിക്കണം എന്നല്ല അദ്ദേഹം പറയുന്നത്. അവഗണിക്കപ്പെട്ടവരുടെ പ്രശ്നത്തെ പബ്ലിക് സ്പേസിലേക്ക് ഇൻ്റലക്ച്വലി പ്ലേസ് ചെയ്യുക ചെയ്തത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അല്ലാതെ ഞങ്ങളെ കൂടി പരിഗണിക്കണമെന്ന് പറയുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഇൻ്റലക്ച്വാലിറ്റി വലിയ ഏകപക്ഷീയതയാണെന്നും ആ ഏകപക്ഷീയതയെ മാറ്റിയെടുത്തുകൊണ്ട് എല്ലാവർക്കും ഇടമുള്ളൊരു പബ്ലിക് സോഷ്യൽ സ്പേസ് രൂപീകരിക്കണമെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു ഇടപെടലാണ് അദ്ദേഹം നടത്തുന്നത്. ആ ഇൻ്റലക്ച്വാലിറ്റി സമാദരണീയമായ ചരിത്രപരമായ നീക്കിയിരിപ്പായി കേരളം എക്കാലത്തും എടുക്കും എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭീം. താങ്ക് യു.